ഒളരിക്കര കാളിദാസൻ, ഒളരിക്കര അമ്മയുടെ മാനസപുത്രൻ. അഴകിലും അളവിലും ഗാംഭീര്യത്തിലും വാശിയിലുമെല്ലാം മുന്നിൽ നിന്നവൻ. എന്നാൽ വളരെ ചെറുപ്രായത്തിൽ തന്നെ ജീവിതം അവസാനിപ്പിച്ച് ലോകത്തോട് വിട പറയേണ്ടി വന്നവൻ. ഒന്നിനു പിറകെ ഒന്നൊന്നായി ഗജങ്ങൾ കൊഴിയുന്നു. ഒളരി ഭഗവതി ക്ഷേത്രത്തിലെ ഗജവീരനായിരുന്നു ഒളരിക്കര കാളിദാസൻ എന്ന നാടൻ ആനച്ചന്തം. അതെ, ഗജവിസ്മയങ്ങളിലെ വിസ്മയ രാജകുമാരൻ എന്നു തന്നെ പറയാം. കേട്ടറിഞ്ഞതനുസരിച്ച് ഇവൻ സ്വപ്നസുന്ദര ഭൂമിയായ കേരളത്തിലെ നിലമ്പൂർ കാടുകളുടെ സംഭാവന എന്നു പറയാം. ഇവൻ കുഴിയിൽ വീണതല്ല, മലവെള്ളപ്പാച്ചിലിൽ വളരെ ചെറുപ്രായത്തിൽ വനം വകുപ്പിന് കിട്ടിയതാണ്. 1990-91 കാലഘട്ടത്തിലാണ് ഇവനെ കിട്ടിയത്. ആദിവാസികളാണ് ഈ കൊമ്പനെ കരക്കെത്തിച്ചത്. അന്ന് ഇവന് ഏകദേശം 2 വയസ്സ് മാത്രം പ്രായം എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവിടെ നിന്നും നേരെ ഇവൻ എത്തുന്നത് മുത്തങ്ങയിൽ. ഇതുവരെ കാട്ടിൽ സ്വതന്ത്രനായി സ്വന്തക്കാരുടെയും ബന്ധുക്കളുടെയും അച്ഛനമ്മമാരുടെയും കയ്യിൽ നിന്നും എങ്ങനെയോ വെള്ളപ്പാച്ചിലിൽ അകപ്പെട്ടുപോയ ആനക്കുട്ടി അവൻ്റെ ജീവിതം മാറി മറിയുകയാണ്. പഴയ ജീവിതങ്ങൾ മറന്ന് പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നു കയറുന്നു. കാരക്കോലും തോട്ടിയും വടിയുമെല്ലാം അവൻ്റെ ജീവിതത്തിലെ ഭാഗമായി മാറുന്നു. ചട്ടം പിടിച്ച് ഒരു പുതിയ ആനക്കുട്ടിയായി മാറി. നമ്മുടെ നാട്ടിൽ ഏതൊരു ആന വന്നാലും കൈമാറ്റങ്ങൾ സർവ്വസാധാരണമാണ്. സ്വന്തം നാടും പിറന്ന മണ്ണുമെല്ലാം ഉപേക്ഷിച്ച് ഇവൻ ആദ്യം പോകുന്നത് ഇന്ത്യയുടെ തലസ്ഥാനമായ ന്യൂഡൽഹിയിലേക്കാണ്. നിലമ്പൂർ റേഞ്ചിലെ വാശിയേറിയ ലേലത്തിൽ ഇവന് സ്വന്തമാക്കിയത് കോഴിക്കോട്ടുകാരൻ വിക്കി രാജുവാണ്. നല്ല ഒരു ആനക്കുട്ടി ആയതു കാരണം നിരവധി ആളുകളാണ് ലേലത്തിൽ പങ്കെടുത്തിരുന്നത്. അതിനുശേഷം നേരെ പോയത് വിക്കി രാജുവിൻ്റെ സർക്കസ് കൂടാരത്തിലേക്ക്. പണ്ടുകാലങ്ങളിൽ സർക്കസ് കമ്പനികളെല്ലാം ആന ഒരു കാഴ്ച വസ്തുവായിരുന്നു. അങ്ങനെ നമ്മുടെ ആനക്കുട്ടി ഒരു സർക്കസുകാരനായി മാറി. ഇത്രയും വീറും വാശിയുമുള്ള ഒരു ആനക്കുട്ടി ഒരു സർക്കസുകാരനായാൽ എന്തായിരിക്കും അവസ്ഥ? എന്തായാലും സർക്കസ് കമ്പനിക്കാർ ഇവനൊരു പേരിട്ടു, ടിപ്പു എന്നായിരുന്നു. അങ്ങനെ സർക്കസ് കമ്പനിയിൽ നിൽക്കുന്ന സമയത്ത് വീണ്ടും തലവര മാറി മറിഞ്ഞു വന്നു. കാരണം കൊമ്പനാനകൾ സർക്കസിന് ബുദ്ധിമുട്ടാകും എന്ന കാരണത്താൽ രാജു വിൽക്കാൻ തീരുമാനിച്ചു. അങ്ങനെ പത്രങ്ങളിൽ പരസ്യം കൊടുത്തു. ഇത് കണ്ട് പ്രശസ്ത ചലച്ചിത്രതാരം സുരേഷ് ഗോപി ഗുരുവായൂർ ആനക്കോട്ടയിൽ ഒരു ആനയെ നടക്കിരുത്താൻ രാജുവുമായി ബന്ധപ്പെട്ടിരുന്നു. എന്നാൽ ചില കാരണങ്ങളാൽ അത് നടന്നില്ല. ജനിച്ച മണ്ണിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നു. അത് 2ാം വരവ് തന്നെയായിരുന്നു. ഒരു പക്ഷേ അവന് തിരിച്ച് സ്വന്തം നാട്ടിൽ കൊണ്ടുവരണമെന്നുള്ള അവൻ്റെ നിയോഗമായിരിക്കാം, അല്ലെങ്കിൽ അവൻ്റെ തലവരയാകും. സർക്കസുകാരനായി ജീവിതം തീർക്കാനുള്ളതല്ല, ദൈവത്തിൻ്റെ സ്വന്തം പുത്രനായി ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ വേണമെന്നുള്ളതുപോലെ. എന്തായാലും കേരളത്തിൽ നിന്നും ആളെത്തി. കോട്ടയത്തുള്ള ജോർജ് കുട്ടി എന്നയാൾ വാങ്ങി വീണ്ടും സ്വന്തം നാട്ടിലെത്തി. അങ്ങനെ കുറേക്കാലം അക്ഷരനഗരിയിൽ ജീവിതത്തിൻ്റെ ചില പാഠങ്ങളിലൂടെ ജോർജിൻ്റെ കൂടെ. എന്നാൽ വീണ്ടും സ്ഥലം മാറ്റം. ഒരു സർക്കാർ ജീവനക്കാരൻ എന്ന പോലെ ടിപ്പുവിൽ നിന്നും പുതിയ ജീവിതത്തിലേക്ക്. അവസാനം ഒളരിക്കര അമ്മയുടെ ഒളരിക്കര കാളിദാസനായി മാറി. ആയിരക്കണക്കിന് ആനപ്രേമികളുടെ ജനഹൃദയങ്ങൾ കൈയടക്കിക്കൊണ്ട് അവൻ ഒളരിക്കര അമ്മയുടെ കാളിദാസനായി. എന്നാൽ ആനപ്രേമികളെ നിരാശയിലാഴ്ത്തിക്കൊണ്ട് ആ ഗജവിസ്മയവും അസ്തമിച്ചു. ഒരിക്കലും മറക്കാത്ത ഓർമ്മകളിലൂടെ കാളിദാസൻ ഇന്നും ജീവിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ഗജകേസരിയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.